ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ജിതിയ. എനിക്ക് 27 വയസ്സുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 10 മാസമായി. വെറും സാധാരണ ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ ഞാനും അമ്മയും അനിയനും മാത്രമുണ്ട്. ചെറിയൊരു വീട്, പക്ഷേ ഒരു 5 സെൻറ്റ് സ്ഥലം സ്വന്തമായിട്ടുണ്ട്. അമ്മ അതെങ്ങനെയോ സമ്പാദിച്ചതാണ്. ഞങ്ങളുടെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഉത്തരമില്ല. അച്ഛൻ നമ്മളെ ഉപേക്ഷിച്ചു പോയി എന്നാണ് പറയുന്നത്. ഞാൻ ഒരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തൊട്ട് അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ, ആരാണ് എൻ്റെ അച്ഛൻ എന്ന്. അമ്മയ്ക്കതിൽ ഒരു ഉത്തരവുമില്ല. ചെറുപ്പകാലത്ത് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് വേറൊരു വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ ചിലപ്പോഴൊക്കെ രാത്രി ഒരാൾ വന്ന് തങ്ങുമായിരുന്നു. അത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട്. അതെൻ്റെ അച്ഛനായിരുന്നെന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷെ പുള്ളിയോട് സംസാരിക്കാനുള്ള അവസരമൊന്നും എനിക്കുണ്ടായിട്ടില്ല. രാത്രിയിലാണ് വരുന്നത്. പുള്ളി വന്ന് എനിക്ക് പലഹാരങ്ങളൊക്കെ തരും. പിന്നെ എൻ്റെ കവളിൽ പിടിച്ച് ഓമനിക്കും. രാത്രിയിൽ അമ്മയുടെ കൂടെ മുറിയിൽ പോകും. പിന്നീട് അയാൾ വെളുപ്പിന് പോവുകയും ചെയ്യും. അതുമാത്രം എനിക്ക് ഓർമ്മയുള്ളൂ. അതാണ് അച്ഛനെന്ന് എനിക്ക് തോന്നിയിരുന്നു. അമ്മയ്ക്ക് ഞങ്ങളുടെ വീടിനടുത്തുള്ള കറി പൗഡറും മറ്റും നിർമ്മിക്കുന്നതിന് ഫാക്ടറിയിലായിരുന്നു ജോലി. അതിൻ്റെ വരുമാനം കൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. ഒരു +2 കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അമ്മയോട് ചോദിക്കാൻ തുടങ്ങി, സത്യം പറ, എൻ്റെയും അനിയൻ്റെയും അച്ഛൻ ആരാണ്? എങ്ങനെയാണ് അമ്മയുടെ ജീവിതം ഇങ്ങനെയായത്? അമ്മ എങ്ങനെയാണ് ഒറ്റയ്ക്കായത്? നമ്മളെന്താണ് എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അമ്മ, നിനക്ക് അത്യാവശ്യം അറിഞ്ഞേ പറ്റുമോ എന്ന് ചോദിച്ചു. അമ്മയല്ലെങ്കിൽ ഒരു തൻ്റെടിയാണ്. ഇപ്പോഴും സുന്ദരിയാണ്. ആണിനെയും പെണ്ണിനെയും ഇന്ദ്രനെയും ചന്ദ്രനെയും ഒന്നും പേടിയില്ല. കഴുത്തിന് ചുറ്റും നാക്കാണ്. പണ്ടൊക്കെ എനിക്ക് നല്ല പേടിയായിരുന്നു. അതുകൊണ്ട് കൂടുതലൊന്നും ചോദിച്ചില്ല. ഇപ്പോൾ എനിക്ക് നാക്കായി. ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിഞ്ഞേ പറ്റുമെന്ന്. അപ്പോഴാണ് അമ്മ എന്നോട് പറഞ്ഞത്, സാമ്പത്തികമായി വളരെ ഉയർന്ന നിലയിലുള്ള ഒരു കുടുംബത്തിലായിരുന്നു അമ്മയുടെ ജനനം. പക്ഷേ അവിടെ സ്ട്രിക്റ്റായിട്ടുള്ള ചില സദാചാരമായ കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ എല്ലാവരും ഞെരുങ്ങിയാണ് വളർന്നത്. അമ്മയുടെ മനസ്സ് പണ്ട് തൊട്ടേ അങ്ങനെയല്ല. അമ്മയ്ക്ക് ഇത്തിരി സ്വാതന്ത്ര്യമൊക്കെ വേണം. പക്ഷേ ആ വീട്ടിൽ ഒന്നും നടക്കില്ലായിരുന്നു. 10ാം ക്ലാസ് വരെ അമ്മ വീടിനടുത്തുള്ളൊരു സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ ശേഷമാണ് ഇത്തിരി ദൂരെയുള്ളൊരു കോളേജിൽ പ്രീ ഡിഗ്രി പഠിക്കാൻ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മ വീട്ടിൽ നല്ലവളായിട്ട് ചമഞ്ഞെങ്കിലും ആണുങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ മട്ടും ഭാവമൊക്കെ അങ്ങ് മാറി. അമ്മ അന്ന് സുന്ദരിയായതുകൊണ്ട് കോളേജ് ബ്യൂട്ടിയെ പോലെ അമ്മ വിലസി നടന്നിരുന്നു. ഒത്തിരി ചെക്കന്മാർ അമ്മയുടെ പുറകെ നടന്ന് വിവാഹാഭ്യർത്ഥന നടത്തി. അമ്മയ്ക്കതൊക്കെ ഒത്തിരി ഇഷ്ടമായിരുന്നു. എങ്കിലും അതിൽ 2 പേരുടെ അഭ്യർത്ഥന അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആരെയും അമ്മയ്ക്ക് തള്ളാനും വയ്യ, കൊള്ളാനും വയ്യ. ആ ഒരവസ്ഥയാണ്. 2 പേരുടെ അമ്മയ്ക്ക് ഒരുപോലെ പ്രേമം. പക്ഷെ അന്നത്തെ കാലത്ത് കൂടിച്ചേരലുകൾക്ക് വലിയൊരു സാധ്യതയില്ലായിരുന്നു. അതുകൊണ്ട് കടിച്ചു പിടിച്ച് നിന്നു. പക്ഷേ അമ്മ ഡിഗ്രിക്ക് വേറൊരു വിഷയം എടുത്ത് ചേർന്ന് കഴിഞ്ഞപ്പോൾ വേറൊരു കോളേജിലാണ് പോയത്. അവിടെ പോയി വരാൻ ഇത്തിരി ദൂരെ കൂടുതലായതുകൊണ്ട് അമ്മയുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ നിന്നാണ് അമ്മ പഠിച്ചത്. അവരാണെങ്കിൽ അമ്മയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. ആ 2 കാമുകന്മാരും അമ്മയുടെ പുറകിൽ അപ്പോഴും ഉണ്ടായിരുന്നു. 2 പേർക്കും അറിയില്ല അവർ ഒരാളെയാണ് സ്നേഹിക്കുന്നതെന്ന്. അമ്മ അതൊട്ട് പിടികൊടുത്തുമില്ല. ആരും അറിയാതെ അമ്മ 2 പേരുടെയും കൂടെ കറങ്ങി നടന്നു. മാഡം, കടലിൻ്റെ സൈഡിലുള്ള ഒരു പൈൻ മരക്കാടായിരുന്നു അവരുടെ സംഗമ കേന്ദ്രം. അവിടെ വെച്ച് പലതും അവർ പകുത്തു നൽകി. 2 കാമുകന്മാർക്കും ഒരേപോലെ അമ്മ സമയം അനുവദിച്ച് നൽകി. അന്നത്തെ കാലത്ത് ആനന്ദലഹരിയിൽ ആറാടുമ്പോൾ മറ്റൊന്നും ചിന്തിക്കില്ലല്ലോ. ഇപ്പോഴത്തെ പോലെ വിവരവും ബോധമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നന്നായി ആറാടി അമ്മ കുളിച്ചു കയറി കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് മനസ്സിലായി അബദ്ധം പിടഞ്ഞിരിക്കുന്നു. പക്ഷേ ആരുടെ കുട്ടി അമ്മയ്ക്ക് അറിയില്ല. അതിപ്പോൾ എവിടെ ഗണിച്ച് നോക്കിയാലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് വല്ല DNA ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നെങ്കിൽ മനസ്സിലായേനെ. അന്നത്തെ കാലത്ത് അത് നടക്കില്ലല്ലോ. അമ്മ ആ കൂടി വെപ്രാളപ്പെട്ടു. 2 കാമുകന്മാരോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും 2 പേരും പേടിച്ചു. അത് കഴിഞ്ഞ ശേഷം അവർ അമ്മയെ കാണാൻ വന്നിട്ടേയില്ല. ഇതിനിടയ്ക്ക് 2-3 ആഴ്ചയ്ക്കുള്ളിൽ ഒരു കാമുകൻ എങ്ങനെയോ രക്ഷപ്പെട്ടു പോയി. മാഡം, പഠിത്തം നിർത്തി അയാൾ പോയി. വീട്ടുകാരോട് പറഞ്ഞു കാണുമായിരിക്കും. വീട്ടുകാരയാളെ വേറെങ്ങോ കടത്തി. ഇപ്പോൾ ഒരു കാമുകൻ മാത്രമേ ഉള്ളൂ. അയാളുടെ പുറകെയായി അമ്മ പരിഭവവും പരിവേദനകളും കൊണ്ട് നടന്നു. ആ സമയത്ത് അങ്ങേർക്കും നല്ല പേടിയുണ്ടായിരുന്നു. ഏകദേശം 3 മാസത്തോളം അമ്മ ആരും അറിയിക്കാതെ പിടിച്ചു നിന്നു. തന്നെ ഡോക്ടറെ കാണാനോ ഇതൊഴിവാക്കാനോ ഉള്ള ഒരു സൗകര്യമോ ഒന്നും അന്നത്തെ കാലത്തില്ലായിരുന്നു. അമ്മ പേടിച്ച് നിന്നു. അവസാനം അമ്മ താമസിച്ചിരുന്ന വീട്ടുകാരറിഞ്ഞു. അത് സ്വന്തം വീട്ടുകാർ പറഞ്ഞു. വലിയ പുകിലായി. അവസാനം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒഴിവുള്ള കാമുകൻ്റെ പേര് അമ്മ പറഞ്ഞു. അങ്ങനെ വീട്ടുകാർ അവിടെ ചെന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് ജാതിയിൽ ഒത്തിരി അന്തരമുള്ളൊരു വീടായിരുന്നു. അത് അവർക്കൊട്ടും ഇഷ്ടമായില്ല. അവസാനം എൻ്റെ അമ്മയെ പടി തള്ളുന്ന പോലെയായി.
ജാതി വ്യത്യാസം ഉണ്ടെങ്കിലും ആ കാമുകൻ്റെ അച്ഛൻ നല്ല പിടിപാടും പണമുള്ള ആളായിരുന്നു. അങ്ങേർ നാണക്കേടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് മരുമകളെ ഏറ്റെടുത്തു. അവരുടെ കല്യാണം പേരിന് ഒരമ്പലത്തിൽ വെച്ച് നടത്തി. അത് കഴിഞ്ഞ ശേഷം കുടുംബത്തിൽ നിന്നും ഒത്തിരി മാറി ഒരു വീടെടുത്ത് അമ്മയും കൂട്ടിനൊരു സ്ത്രീയെയും കൂടെ അവിടെ താമസിപ്പിച്ചു. പ്രസവവും മറ്റു കാര്യങ്ങളൊക്കെ നോക്കണ്ടേ, ഒഴിവാക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. ചിലവിനൊക്കെ അയാൾ കൊടുക്കും. പക്ഷേ സ്വന്തം മകനെ എൻ്റെ അമ്മയുടെ കൂടെ വിടാൻ അയാൾ തയ്യാറായില്ല. കാര്യം പഠിച്ചവന് ജോലി കിട്ടിയിട്ട് കല്യാണം എന്ന് പറഞ്ഞു. അതുവരെ എല്ലാ കാര്യങ്ങളും രഹസ്യമായിട്ട് നിന്നാൽ മതി. ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്ന നാട്ടിലെ ആളുകൾക്ക് ഒന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് അമ്മയെ സംബന്ധിച്ച കാര്യം സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെല്ലാൻ പറ്റില്ല. അവരാണെങ്കിൽ സ്വീകരിക്കുകയില്ല. അങ്ങനെ അമ്മ പ്രസവിച്ചു. ചിലവെല്ലാം കൊടുക്കുന്നത് ഭർത്താവിൻ്റെ അച്ഛനാണ്. പക്ഷെ പിന്നീട് അമ്മയുടെ കാമുകനെ അമ്മയ്ക്ക് കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഏകദേശം എനിക്കൊരു 2-3 വയസ്സായി കഴിഞ്ഞപ്പോഴേക്കും സ്വന്തം ഭർത്താവ് മൊത്തം ജീവിക്കണമെന്ന് അമ്മ ഭർത്താവിൻ്റെ അച്ഛനോട് ആവശ്യപ്പെട്ടു. അയാളാണല്ലോ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. പക്ഷേ അപ്പോഴേക്കും സ്വന്തം മകനെ അയാൾ വിദേശത്തേക്ക് കടത്തിയിരുന്നു. അയാൾ അമ്മയെ ഭീഷണിപ്പെടുത്തി, ഇനി നീയും അവനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നിനക്ക് കുറച്ച് ദൂരെ ഒരു സ്ഥലത്ത് ചെറിയൊരു വീടും സ്ഥലവും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് നിന്റെ പേരിൽ തന്നെ. അവിടെ നിനക്ക് കുട്ടിയെ വളർത്തി കഴിയാം. നിനക്ക് ഒരു ജോലിയും ഞാൻ കമ്പനിയിൽ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് അയാൾ ഒഴിവാക്കുകയായിരുന്നു. അമ്മയ്ക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ആ ഓഫർ സ്വീകരിച്ച് അമ്മ ഇവിടേക്ക് വന്നു. ആ കമ്പനിയിൽ ജോലി ചെയ്തു. ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ മാനേജർ, അയാൾ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ഉള്ളതാണ്. അയാൾക്ക് അമ്മയുടെ മേലൊരു പൂതി. സൗന്ദര്യം കൊണ്ട് അയാൾക്കും അമ്മയെ ഒത്തിരി ഇഷ്ടം. അമ്മയ്ക്കും അയാളെ ഒത്തിരി ഇഷ്ടം. അമ്മ പഴയ ദുരന്തങ്ങളൊക്കെ അങ്ങ് മറന്നു. പഴയ കുറ്റിക്കാടുകളും പഴയ പൈൻമരച്ചോടുകളും ഓർത്തു. അയാൾ ഡെയിലി വീട്ടിൽ വരാൻ തുടങ്ങി. അങ്ങനെ അനിയനുണ്ടായി. അയാൾ നാട്ടുകാരുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ നാളൊക്കെ അവിടെ നിന്നു. ചൂണ്ടിക്കാണിക്കാൻ ഒരച്ഛനുണ്ടല്ലോ. അതുകൊണ്ട് മകൻ്റെ കാര്യത്തിൽ അമ്മയ്ക്ക് വലിയ പ്രയാസമില്ലായിരുന്നു. പക്ഷേ അവനൊരു 3-4 വയസ്സായി കഴിഞ്ഞപ്പോഴേക്കും അയാളും ന്യൂട്രൽ സ്ഥലം വിട്ടു. അമ്മ പിന്നെയും മൂഷിക സ്ത്രീ ആയതുപോലെയായി. പിന്നെ അമ്മ ആണുങ്ങളുടെ പുറകെ ഒന്നും പോകാതെ അധ്വാനിച്ച് ജീവിച്ചു എന്നാണ് കഥയുടെ ഒരു ചുരുക്കം നിങ്ങൾ കരുതരുത്. അത് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി, ഇനിയിപ്പോൾ ആണുങ്ങളെ നമ്പി ജീവിച്ചിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് അമ്മ മുൻകൈ എടുത്ത് പ്രസവം അങ്ങ് നിർത്തി. അത് കഴിഞ്ഞതിൽ പിന്നെ അമ്മയ്ക്ക് വെച്ചടി കയറ്റമായിരുന്നാണ് അമ്മ പറയുന്നത്. കാര്യം ഇപ്പോഴും അമ്മയുടെ കയ്യിൽ എന്നെ കെട്ടിക്കാനുള്ള പൈസയുണ്ടെന്നാണ് അമ്മ പറഞ്ഞത്. അതൊന്നും എനിക്കറിയില്ല. ഞാൻ ചോദിച്ചു അതെങ്ങനെ ഉണ്ടാക്കിയെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, എടീ അത് കഴിഞ്ഞതിൽ പിന്നെ എനിക്ക് ഇഷ്ടമുള്ള കാണാൻ താല്പര്യം തോന്നുന്ന ആണുങ്ങളെയൊക്കെ ഞാൻ സ്വന്തമാക്കും. ഇങ്ങോട്ട് താല്പര്യം കാണിച്ചാൽ എനിക്കും ഇഷ്ടമാണെങ്കിൽ ഞാനൊരുമായിട്ട് ഫുള്ള് സഹകരിക്കും. പക്ഷെ ഒരുത്തനെയും ഈ വീട്ടിൽ കേട്ടില്ല. എനിക്ക് അവരെ കല്യാണം കഴിക്കാൻ വേണ്ട, അവർക്ക് എന്നെ കല്യാണം കഴിക്കാൻ വേണ്ട. ആരെങ്കിലും കപട സ്നേഹവുമാട്ടോ യഥാർത്ഥ സ്നേഹമായിട്ടോ വന്നാലും എനിക്ക് സ്നേഹം വേണ്ട. എനിക്ക് വേണ്ടത് അവരുടെ സൗന്ദര്യത്തിൻ്റെ ഒരു ആസ്വാദനം മാത്രം. അങ്ങനെ ഞാൻ ജീവിച്ചു. പ്രസവം നിർത്തിയത് കൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായില്ല. ക്യാഷൊക്കെ അവർ തന്നു. നിങ്ങൾ രണ്ടുപേരെയും അടിപൊളിയായിട്ട് ഞാൻ വളർത്തി. വീടൊന്നും കൂടുതൽ വലുതാക്കാനോ അല്ലെങ്കിൽ വസ്തുവകൾ വാങ്ങിക്കാനോ ഞാൻ പോയില്ല. നിങ്ങളുടെ രണ്ടുപേരുടെയും പേരിൽ ആണുങ്ങളിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ നല്ല ബന്ധങ്ങളിൽ നിന്ന് കിട്ടുന്ന പൈസ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരില്ല. ഇപ്പോൾ ഇത്തിരി പ്രശ്നങ്ങളൊക്കെ കാണുമായിരിക്കും, പക്ഷേ ഭാവിയിൽ നിന്റെ കല്യാണമാകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകില്ല മോളെ എന്ന് പറഞ്ഞ് അമ്മ കഥകളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വാ പൊളിച്ച് ഇരുന്നു പോയി. അമ്മ എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ നല്ലൊരിടത്ത് കല്യാണം കഴിച്ചു വിടും. ഒരിക്കൽ പോലും എൻ്റെ ജീവിതാനുഭവം നിനക്കുണ്ടാവില്ല. എനിക്ക് പറ്റിയ തെറ്റാണ്. പക്ഷേ എന്നാലും മോളെ, നല്ല സുന്ദരന്മാരായ ആണുങ്ങളെ കാണുമ്പോൾ അമ്മ അറിയാതെ കനകവാതിലങ്ങ് തുറക്കും കുട്ടാ. അങ്ങനെയാണ് അമ്മയ്ക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. ഈ കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയെപ്പോലെ നീ ആകുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഇതുവരെ ഒന്നും പറയാതിരുന്നത്. മോള് ആണുങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കണം കേട്ടോ. അവരിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. അടുത്തു കഴിഞ്ഞാൽ പറയണ്ട മോളെ, കൈവിട്ടു പോകും കാര്യങ്ങൾ. അതുകൊണ്ട് ഇത്രയും സ്വത്തുള്ള വീട്ടിൽ നിന്ന് വന്ന് എനിക്ക് ഇത്രയും നരകം അനുഭവിക്കേണ്ടി വന്നത് ഇങ്ങനെയൊരു മനസ്സുള്ളത് കൊണ്ടാണ്. മോൾക്ക് അങ്ങനൊരു മനസ്സ് വരരുത്. ആരുടെയും പ്രേമത്തിൽ വീഴരുത്. നീ നന്നായി പഠിച്ച് നല്ലൊരു ജീവിതം നിനക്കുണ്ടാകണം. ഇനിയിപ്പോൾ നന്നായി പഠിച്ചില്ലെങ്കിലും നിന്റെ കല്യാണം നല്ലൊരു വീട്ടിലെ ചെക്കനുമായിട്ട് നടത്താനുള്ള എല്ലാ സാമ്പത്തികവും സ്വർണവും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീ ഈ കഥകളൊന്നും ഒരിക്കലും നിന്റെ സഹോദരനോട് പറയരുത്. നീ ഒരു പെണ്ണാണ്. നിനക്ക് എന്നെപ്പോലെ അബദ്ധം പറ്റരുത്. മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാകരുത്. അതുകൊണ്ടാണ് അമ്മ ഈ കഥകളെല്ലാം നിന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ സത്യം ചെയ്യിപ്പിച്ചു, ആരോടൊന്നും പറയരുതെന്ന്. അങ്ങനെ ഞാനും സത്യം ചെയ്തു മാഡം. പിന്നീട് എൻ്റെ അനിയനും ഞാനുമെല്ലാം നന്നായി പഠിക്കാൻ ശ്രമിച്ചു. ഡിഗ്രി കഴിഞ്ഞപ്പോഴേ അമ്മ അവനെ ഗൾഫിലേക്ക് വിട്ടു. ഞാൻ ഡിഗ്രിക്ക് പാസ്സായില്ല മാഡം, ഫെയിലായി.
കംപ്ലീറ്റ് ചെയ്തതെന്നേ ഉള്ളൂ. എനിക്കാണെങ്കിൽ പഠിക്കാനുള്ള വലിയ കഴിവൊന്നുമില്ലായിരുന്നു. ഇനി എന്താ എന്ന് നോക്കി നിൽക്കുമ്പോൾ അടുത്ത വീട്ടിലൊരു ചേച്ചി പറഞ്ഞു, മോളെ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് കോഴ്സ് ഉണ്ട്, പോകുന്നോ? അതിന് പോയി കഴിഞ്ഞാൽ അവർ പ്ലേസ്മെൻറ്റ് തരുമെന്ന്. അങ്ങനെ ഞാൻ 1 വർഷത്തെ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് കോഴ്സിന് പോയി. വേണമെങ്കിൽ നേഴ്സിംഗ് പഠിച്ചു, സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാഷിൽ നിന്ന് എടുത്തു തരാമെന്ന് അമ്മ പറഞ്ഞതാണ്. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. കാരണം എനിക്ക് അത്രയൊന്നും പഠിക്കാൻ വയ്യായിരുന്നു. തുടർന്ന് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി. അവിടെ ട്രെയിനി ആയിട്ടായിരുന്നേ. അവിടെ ചെന്നപ്പോഴാണ് മാഡം എനിക്ക് വേറെ ലോകത്തിലേക്ക് പ്രവേശിച്ച പോലെ തോന്നിയത്. അത്രയും നാളും അമ്മയുടെ കഥകളൊക്കെ കേട്ടെങ്കിലും ആരുമായിട്ടും എനിക്ക് പ്രേമമൊന്നുമില്ല, വലിയ കൂട്ടുകെട്ടുമില്ല. അടങ്ങി ഒതുങ്ങി ഒരു മതിലിനുള്ളിൽ ജീവിക്കുന്ന രീതിയിലാണ് ഞാൻ ജീവിച്ചിരുന്നത്. എനിക്ക് അബദ്ധങ്ങളൊന്നും പറ്റരുതല്ലോ. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നല്ല കുറേ ഡോക്ടർമാർ, ജൂനിയേഴ്സ് ഡോക്ടർമാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ സുന്ദരന്മാർ, സൂപ്പർ സുന്ദരന്മാർ. മറ്റ് സിസ്റ്റർമാരൊക്കെ അവരുടെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന കേൾക്കുമ്പോൾ, എടി ഇന്ന് ജിതിൻ ഡോക്ടർ ഇട്ടോന്ന് ഷർട്ട് കണ്ടോ, ഇത്തിരി പ്രായമുണ്ടെങ്കിൽ സാബു ഡോക്ടറെ കാണാൻ എന്ത് സുന്ദരനാടി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അതായത് കാണാൻ ഗ്ലാമറുള്ള ഡോക്ടർമാർക്കൊക്കെ അവിടെ ഭയങ്കര ആരാധകരാണ്. എല്ലാവർക്കും ഫീമെയിൽ സ്റ്റാഫ്സിനൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. കാണാൻ കൊള്ളാവുന്ന മറ്റ് സ്റ്റാഫുകൾക്കും നല്ല രീതിയിലുള്ള ഫാൻസ് ഉണ്ട്. അതുമാത്രമല്ല മാഡം, സിസ്റ്റേഴ്സിലും മറ്റ് ഫീമെയിൽ സ്റ്റാഫുകളുമൊക്കെ കാണാൻ കൊള്ളാവുന്നവരെ ഒട്ടിപ്പറ്റി ഒത്തിരി പേരുണ്ട്. അവർ പറയുന്നതാണ് അവിടുത്തെ റൂൾ. അവർക്ക് ഒത്തിരി ഇളവുകളുമുണ്ട്. ഈ സിറ്റുവേഷൻസ് എൻ്റെ മനസ്സിൽ ഒത്തിരി മാറ്റങ്ങളുണ്ടാക്കി. കാരണം ഇങ്ങനെ ഫീമെയിൽ സ്റ്റാഫുകളൊക്കെ ഡോക്ടർമാരുമായിട്ട് ചേർന്ന് നിന്ന് സംസാരിക്കുന്നതും കിന്നാരം പറഞ്ഞതും ഒക്കെ കാണുമ്പോൾ എനിക്ക് വയറങ്ങേരിക്കുകയാണ് അസൂയ കൊണ്ട്. കാര്യം നേഴ്സിംഗ് അസിസ്റ്റന്റുമാരുമായിട്ട് ഡോക്ടർമാർക്ക് അത്ര വലിയ കൂട്ടൊന്നുമില്ല. അവർ നമ്മളെ അവഗണിക്കും. സൗന്ദര്യമുണ്ടായിട്ടും ഞാൻ അവഗണിക്കപ്പെട്ടു പോവുകയാണല്ലോ എന്ന് എനിക്ക് തോന്നി. അത് എനിക്കൊത്തിരി വിഷമമുണ്ടാക്കി. ഒരു ദിവസം ഞാൻ വല്ലാതിരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു. അമ്മയാണെങ്കിൽ ഈ കാര്യത്തിലൊക്കെ അഗ്രഗണ്യല്ലേ. അപ്പോൾ ഞാൻ അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമ്മ പറഞ്ഞു, എടി നീ ഇങ്ങനെ നടന്നാൽ പോരാ, കുറച്ചുകൂടെ ഒരുങ്ങി കുറച്ചുകൂടി മോഴായിട്ട് നടക്കണം, എങ്കിലേ ആളുകൾ പരിഗണിക്കൂ. നിന്നോട് നല്ല രീതിയിൽ പഠിക്കാൻ പറഞ്ഞതല്ലേ, പഠിച്ചായിരുന്നെങ്കിൽ നിനക്ക് ഒന്നുകൂടി നല്ല പൊസിഷനിൽ എത്താമായിരുന്നു, നല്ല സുന്ദരന്മാരുമായിട്ട് കൂട്ടുചേരാമായിരുന്നു. അതുപോട്ടെ, നിന്റെ ലക്ഷ്യം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നടക്കുന്ന പല കാര്യങ്ങളും വിവരിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ സൗന്ദര്യമുള്ളവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നിനക്കിപ്പോൾ ഇളക്കമാണെന്നും. ഞാൻ പറഞ്ഞു, എൻ്റെ അടിവേറങ്ങി എരിയുകയാണെന്ന്. അമ്മ താടിക്ക് കൈ കൊടുത്ത് പറഞ്ഞു, ദൈവമേ, അമ്മയുടെ മോള് തന്നെ എൻ്റെ ഈ സ്വഭാവം നിനക്ക് വരരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിന്നോടൊന്നും പറയാതിരുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിനക്കത് വന്നല്ലോ എന്ന്. ഞാൻ പറഞ്ഞ അമ്മ എന്നോട് പറഞ്ഞിട്ട് വർഷങ്ങളായില്ലേ. എന്നിട്ട് ആ സമയത്തൊന്നും എനിക്ക് തോന്നിയില്ല. ജോലിക്ക് ചെന്ന് ഇങ്ങനൊരു സിറ്റുവേഷൻ കണ്ടപ്പോഴാണ് നല്ല സൗന്ദര്യമുള്ള ആണുങ്ങൾ അവരാരും എന്നെ ശ്രദ്ധിക്കുന്നില്ല, അതുകൊണ്ട് അമ്മയെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, എടി ജാത്യാലുള്ള തൂത്താ പോകില്ല, അമ്മയുടെ മോളല്ലേ നീ, നിന്നെ എനിക്ക് കുറ്റം പറയാൻ പറ്റുന്നില്ല. എനിക്ക് ഈ പ്രായത്തിലാലും സൗന്ദര്യമുള്ള ഇത്തിരി പ്രായമുള്ളവരാണെങ്കിലും ചെറുപ്പക്കാരെ കാണുമ്പോഴും അമ്മയ്ക്കുണ്ട് മോളെ അടിവയറ്റിൽ ഒരു എരിച്ചിൽ. അമ്മേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടതെന്ന് ആണുങ്ങളുടെ അടുത്തങ്ങ് ചെന്നാൽ മതി, അവന്മാരാണല്ലോ ബാക്കി തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞ് അമ്മ പൊട്ടിച്ചിരിച്ചു. അമ്മ സീരിയസ് ആയിട്ട് പറ, എടി നീ ഏത് രീതിയിൽ പോകുന്നത് എനിക്ക് പ്രശ്നമില്ല, പക്ഷേ നിന്നെ നല്ലൊരു രീതിയിൽ കല്യാണം കഴിച്ചു വിടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് പേരുദോഷം ഉണ്ടാക്കരുത്, പ്രേമ നാടകങ്ങൾ നടത്തരുത്. ഇഷ്ടമുള്ള ആണുങ്ങളെ കാണുകയാണെങ്കിൽ അങ്ങോട്ട് കയറി ചിരിച്ചു മയക്കി എടുക്കണം. പ്രേമം എന്നുള്ള ട്രാക്ക് എല്ലാവരുടെ നേരെ പ്രയോഗിക്കരുത്. അമ്മയ്ക്ക് പണ്ട് പറ്റിയത് അതാണ്. ഒന്നുമില്ല, അവർക്കും എൻജോയ് ചെയ്യണം, നിനക്ക് എൻജോയ് ചെയ്യണം, അത്രയേ ഉള്ളൂ. അതിൻ്റെ പേരിൽ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നത് പോലെ ഒരു ആക്ടിവിറ്റീസ് പാടില്ല. പിന്നെ ഇപ്പോഴത്തെ കാലമാണ്, ഓർക്കണം. ഒന്ന് പോയി ഏതെങ്കിലും രീതി എൻജോയ് ചെയ്തിട്ട് വന്നെന്ന് പറഞ്ഞാലും അതിൻ്റെ ഫോട്ടോയോ വീഡിയോ ഒന്നും ആരെക്കൊണ്ടും എടുപ്പിക്കരുത്. പിന്നെ ഇവന്മാരൊന്നും പിന്നീട് തലവേദന ഉണ്ടാക്കരുത്. കല്യാണമൊന്നും കഴിക്കാൻ ആരും വരില്ലായിരിക്കാം. ആദ്യമേ വിവാഹ വാഗ്ദാനം കേൾക്കുമ്പോൾ കയറി പ്രേമിക്കാതിരിക്കുക. എല്ലാം ഒരു എൻജോയ്മെൻറ്റ്. പിന്നെ നിനക്കെന്തായാലും ഒരാണിനോട് മാത്രമല്ലോ താല്പര്യം, അതുകൊണ്ട് നീ പലരെയും ആരും അറിയാതെ മാനേജ് ചെയ്യുക. വേറെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് പറ്റിയതുപോലെ അബദ്ധങ്ങൾ പറ്റരുത്. സുരക്ഷാ കാര്യങ്ങൾ ഉപയോഗിക്കുക. അതിനുള്ള മിടുക്കൊക്കെ നിനക്കുണ്ട്, നീ ഹോസ്പിറ്റലിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം ശ്രദ്ധിക്കണം. കാര്യം നീ മോഹിക്കുന്നത് സൗന്ദര്യമുള്ള ആണുങ്ങളെയാണ്, അത് ഡോക്ടർമാരെ മറ്റും. അവരുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഫ്രീ ആയി കിട്ടുന്നൊരു അവസരം എന്നേ അവർ കരുതൂ. അല്ലാതെ നിന്നെ പ്രേമിക്കുകയോ കല്യാണം കഴിക്കുകയൊന്നും ചെയ്യില്ല. അത്തരം മൂഢ വിചാരം അനുസരിച്ച് അവരടുത്ത് പോകരുത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് തുള്ളാട്ടമുണ്ടെങ്കിൽ നീ തന്നെ അത് മാനേജ് ചെയ്തോണം.
കാര്യം വേറൊരുത്തിന് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ നിന്നെക്കുറിച്ച് പേരുദോഷമോ അപവാദമോ ഒന്നും ഉണ്ടാകരുത്. ഒതുക്കത്തിൽ ആരും അറിയാതെ ഈ കാര്യങ്ങളൊക്കെ നിനക്ക് ചെയ്യാമെങ്കിൽ, അതിന് ബുദ്ധിയുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും അയക്കോ, അമ്മ കണ്ണടച്ചോളാം. അതല്ല പേരുദോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നെപ്പോലെ തന്നെ സിറ്റുവേഷനിലാകുകയാണെങ്കിൽ എനിക്ക് നിന്നെ തള്ളിപ്പറയേണ്ടി വരും, എൻ്റെ വീട്ടുകാർ എന്നെ തള്ളിപ്പറഞ്ഞതുപോലെ എന്നമ്മ പറഞ്ഞു. അപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി മാഡം. 6 മാസമേ ഞാൻ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുള്ളൂ. ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു ടൗണാണത്. അവിടെ നിന്ന് മാറി ഞാൻ വേറൊരു ടൗണിലേക്ക് പോയി വലിയൊരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. അവിടെ കുറച്ചുകൂടി കുത്തഴിഞ്ഞ് കുറേ ആൾക്കാരെ ഞാൻ കണ്ടു. കാര്യം രഹസ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പല ബന്ധങ്ങളും കണ്ടുപിടിക്കാൻ എനിക്ക് വല്ലാത്ത ഇൻട്രസ്റ്റ് ആയിരുന്നു. അതിനൊക്കെ കൂട്ടത്തിൽ നല്ല സൗന്ദര്യമുള്ള ഡോക്ടർമാരായിരുന്നു എൻ്റെ ലക്ഷ്യം. എന്തോ ഡോക്ടർമാരെ കാണുമ്പോൾ ഞാനങ്ങ് തരളിതയാകും. എൻ്റെ അമ്മ പണ്ട് പറഞ്ഞതുപോലെ അതും സൗന്ദര്യമുള്ള ചെറുപ്പക്കാരെ കാണുമ്പോഴാണ്. പലരോടും ഞാൻ അങ്ങോട്ട് കയറി സംസാരിച്ച് ഇംപ്രഷൻ ഉണ്ടാക്കി, താല്പര്യം കാണിച്ച് കുസൃതിയൊക്കെ പറഞ്ഞ് സംസാരിച്ചു. പതുക്കെ പതുക്കെ ഞാൻ ആഗ്രഹിച്ച ഒരു 90% ആണുങ്ങളും എന്നോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കാൻ തുടങ്ങി. പലരും വാട്സാപ്പ് വാങ്ങിച്ചു, കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ കാണാമെന്ന് പറഞ്ഞു. ഓരോരുത്തർക്കായി ഞാൻ അവസരങ്ങൾ കൊടുക്കാൻ തുടങ്ങി. പല ഡോക്ടർമാരും ഓരോ വീടുകളാണ് താമസിക്കുന്നത്. ഭാര്യയൊന്നും മിക്കവാറും കാണില്ല, കാര്യം കല്യാണം കഴിച്ചവരൊന്നുമല്ല മിക്കവാറും ആളുകൾ. അപ്പോൾ ഞാൻ അവരുടെ വീട്ടിലേക്ക് പോകും. പല ആവശ്യത്തിനെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് കൂട്ടുകാരെയൊക്കെ വെട്ടിച്ച് അവരുടെ വീട്ടിൽ ചെല്ലും. അവർ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാകും. എനിക്ക് ആദ്യമൊന്നും ഒരു പരിചയമില്ലായിരുന്നു. പക്ഷേ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ നോക്കി കണ്ടു. ആണുങ്ങൾക്ക് എന്താണ് കൂടുതൽ ഇഷ്ടം, പെണ്ണുങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത്, എന്തൊക്കെ വേണം, ആദ്യം എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അരച്ച് കലക്കി കുടിച്ചു. പിന്നെ അമ്മയെപ്പോലെ അബദ്ധങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനും ഒളി ക്യാമറ ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ മാനേജ് ചെയ്യും എന്നൊക്കെ വമ്പൻ സ്റ്റഡി നടത്തിയിട്ടാണ് ഇഷ്ടമുള്ള പുരുഷന്മാരെ തേടി ഇറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഡം പറയും ഞാൻ PhD എടുത്തിട്ട് വേട്ടയാടാൻ ഇറങ്ങിയെന്ന്. അതെ, അങ്ങനെയായിരുന്നു. ഒത്തിരി ബുദ്ധി എടുത്തിട്ടാണ് ഒത്തിരി സുന്ദരന്മാരെ ഞാൻ സ്വന്തമാക്കിയത്. നല്ല സൗന്ദര്യമുള്ള ആണുങ്ങളെ കാണുമ്പോൾ മാഡം യഥാർത്ഥത്തിൽ എനിക്ക് വട്ടുപിടിക്കും. ഡോക്ടർമാർ മാത്രമല്ല, പല ആളുകളും ബിസിനസ് മാഗ്നറ്റുകളും പേഷ്യൻസുമായിട്ടൊക്കെ ഞാൻ നല്ല വലിയ വലിയ ആളുകളുമായിട്ട് സൗഹൃദമുണ്ടാക്കും. സൗന്ദര്യവും ചെറുപ്പവുമാണ് എൻ്റെ മാനദണ്ഡം. പിന്നീട് പണം വരികയുള്ളൂ. പക്ഷേ ഞാൻ ചോദിക്കാതെ തന്നെ പണവും സഹായവും എനിക്ക് ഒഴുകി വരാൻ തുടങ്ങി. ഒരിക്കൽ പോലും ചീത്തപ്പേരുണ്ടാക്കാതിരിക്കാനും രഹസ്യമായിരിക്കാനും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു മാഡം. ആദ്യത്തെ ഒരു 5-6 പേര് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആണുങ്ങളുടെ മനസ്സും ആവേശവും മനസ്സിലാക്കിയിരുന്നു. ഏത് വിധത്തിലുള്ള രീതികളും എനിക്ക് പെട്ടെന്ന് വഴങ്ങുമായിരുന്നു. പണ്ട് പാവമായിരുന്നു ഞാൻ. എങ്ങനെയാണ് കൊടുങ്കാറ്റടിക്കുന്ന ഒരു സ്ത്രീയായി മാറിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ ഉള്ളിൽ അഗ്നി ജ്വലിക്കുന്ന ഒരാളുണ്ടെന്നും അടങ്ങാത്ത തിരകൾ പോലെ അത് അലയടിക്കുകയാണെന്നും എനിക്ക് മനസ്സിലായി. അമ്മയേക്കാൾ മികച്ച ഒരു വികാര പ്രകടനങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇടയ്ക്കൊക്കെ അമ്മയുമായിട്ട് ഞാൻ ഷെയർ ചെയ്യും. അമ്മ പറയും എന്ത് ചെയ്യാനാണ്, ജനറ്റിക്കലി കിട്ടിയതാണ്, എങ്കിലും മോളത് ഡേഞ്ചറസ് അല്ലാതെ മാനേജ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയും. ധാരാളം പണം കിട്ടി സേവ് ചെയ്യുന്നതൊക്കെ അമ്മയാണ് മാഡം. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒത്തിരി ബന്ധങ്ങളും പണവും സമയവും എണ്ണവും ഒക്കെ നീണ്ടു പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരാലോചന വന്നത്. അമ്മയ്ക്ക് ചെക്കനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാര്യം കാണാൻ നല്ല സൗന്ദര്യമുണ്ട്. എനിക്കും സൗന്ദര്യപരമായിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടു. സ്വന്തമായി ഒരു സ്ഥാപനം നടത്തുകയാണ്, നല്ല പണമുണ്ട്. ഇതിൽ യഥാർത്ഥ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്കൻ അച്ഛനും അമ്മയും ഒന്നും ഇപ്പോൾ ഇല്ല. വലിയൊരു വീടുണ്ട്. അവിടെ ഞാനും അങ്ങേരും മാത്രമാണ്. അത് കേട്ടുകഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ട, നീ തൽക്കാലം ഇതെല്ലാം അങ്ങ് നിർത്ത്, ഇവനെ കല്യാണം കഴിച്ച് സെറ്റിലാകാൻ പറഞ്ഞു. എന്തായാലും എൻ്റെ കയ്യിൽ നിനക്ക് വരരുതെന്ന് പറഞ്ഞ് അമ്മ നിർബന്ധിച്ചുകൊണ്ട് ആ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചു. ഭർത്താവ് നല്ല സുന്ദരനായതുകൊണ്ടും എന്നോട് സ്നേഹമുള്ളതുകൊണ്ടും എനിക്ക് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. ആദ്യത്തെ 1-2 മാസം ഞാനൊന്ന് മടിച്ചു നിന്നു ഭർത്താവിനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഭർത്താവിനെ എൻ്റെ രീതിക്ക് ഞാൻ വഴക്കിയെടുത്തു എന്ന് വേണം പറയാൻ. എൻ്റെ രീതികളൊക്കെ ഭർത്താവിന് അത്ഭുതമായിരുന്നു. ഇത്രയും ക്രേസിനെസ് എനിക്കുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. കുറച്ച് പാവമാണ്. ഇപ്പോൾ ഞാൻ ട്രെയിൻ ചെയ്ത് എൻ്റെ രീതിക്ക് ആക്കിയെടുത്തിട്ടുണ്ട്. എന്നെ നല്ല വിശ്വാസമാണ്. ഇത്രയും വിശാലമായ ലോകത്തേക്ക് കടന്നിട്ട് പുള്ളിക്ക് സംശയമൊന്നുമില്ല.
ഞാൻ അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ടാണ് ഇത്രയും ആവേശം കാണിക്കുന്നതാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇനി പ്രോബ്ലം എന്ന് മാഡം ചോദിക്കും. ഭർത്താവിന് ഒരു സ്ഥാപനം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവിടെ ഭർത്താവില്ലാത്ത സമയത്ത് എന്നെ ചില കാര്യങ്ങൾക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ മേൽനോട്ടമൊക്കെ വഹിക്കാൻ വേണ്ടി ഞാൻ പോകും. അവിടെ 25ഓളം സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട് മാഡം. അതിൽ ഒരു 7-8 ആൺകുട്ടികൾ, സൗന്ദര്യത്തിന് നിറകുടങ്ങളായിട്ടുള്ള ചെക്കന്മാരാണ്. അവരെന്നോട് നല്ല സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടിയാണ് സംസാരിക്കുന്നത്. പക്ഷേ അവന്മാരെ കാണുമ്പോൾ എൻ്റെ തനിക്കോണം പുറത്തു വരുന്നു. ഞാൻ അത്ര കൺട്രോൾ ചെയ്യാൻ വിചാരിച്ചെങ്കിലും എനിക്കത് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഈ അടുത്ത കാലത്ത് എന്നേക്കാൾ 1 വയസ്സിനും 2 വയസ്സിനും എളുപ്പമുള്ള 2 ചെക്കന്മാർ ഓഫീസിലുണ്ട്. അവരായിരുന്നു എൻ്റെ മെയിൻ ടാർഗറ്റ്. സൗന്ദര്യം നിറഞ്ഞു തുളുമ്പുന്ന 2 ആണുങ്ങൾ. അവർ 2 പേരെയും ഞാൻ ഭർത്താവില്ലാത്ത ദിവസങ്ങളിൽ എൻ്റെ അന്തഃപുരത്തിലേക്ക് ഒരു ടൂർ തന്നെ നടത്താൻ അനുവാദം കൊടുത്തു മാഡം. അവരുമായുള്ള ബന്ധം സജീവമാണ്. അമ്മയോട് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഒരു ദിവസം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും അതിലൊരുത്തിനുമായുള്ള എൻ്റെ സംസാരം കേട്ട് അമ്മ പെട്ടെന്ന് തന്നെ കൈയോട് പിടിച്ചു. നീ പിന്നെയും തുടങ്ങിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയാതെ ഇങ്ങനെ 2 കാര്യങ്ങൾ സംഭവിച്ചെന്ന്. അമ്മ എൻ്റെ ചേട്ടത്തടിച്ചു. അത് ഒട്ടും പാടില്ല. നല്ല സ്നേഹമുള്ളൊരു ഭർത്താവാണ്, നല്ല സിറ്റുവേഷനും ഉണ്ട്, അടങ്ങി ഒതുങ്ങി കഴിയണം, അല്ലെങ്കിൽ എല്ലാ സൗഭാഗ്യങ്ങളും നിന്നു പോകും. നല്ലൊരു ഭർത്താവല്ലേ ഉള്ളത് എന്ന് പറഞ്ഞ് അമ്മ എല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. അമ്മ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കറിയാം മാഡം. പക്ഷേ സ്വയമായിട്ട് എത്ര ശ്രമിച്ചിട്ടും എനിക്കതിൽ നിന്ന് പിന്മാറാൻ പറ്റുന്നില്ല. പിന്നെയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളാകുമെന്ന് എനിക്കറിയാം മാഡം. യഥാർത്ഥത്തിൽ ഇത് ഒക്കെ മനസ്സിലാക്കി എങ്ങനെയാണിത് സ്റ്റോപ്പ് ചെയ്യേണ്ടത്, പ്ലീസ് എനിക്കൊരു വഴി പറഞ്ഞു തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അമ്മയ്ക്ക് ഇങ്ങനൊരു സ്വഭാവം ഉണ്ടായിരുന്നു, നിങ്ങൾ അത് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ അതേപോലെ നിങ്ങൾ പിന്തുടർന്നു. അതൊക്കെ ഓക്കെയാണ്. നിങ്ങൾ സ്വതന്ത്രമായിട്ട് നിൽക്കുമ്പോൾ എങ്ങനെ വേണമെങ്കിലും ചാടിത്തുള്ളാം. പക്ഷേ അമ്മയ്ക്ക് കുറച്ചുകൂടി വരെ ഉണ്ടെന്ന് തോന്നുന്നു. അമ്മ പറഞ്ഞത് കറക്റ്റാണ്. നല്ല സ്നേഹമുള്ളൊരു ഭർത്താവ് ഉള്ളപ്പോൾ ഈ ഒരു രീതിയിലേക്ക് പോകുന്ന ഒട്ട് ശരിയല്ലല്ലോ. കുടുംബജീവിതത്തിൽ ചില നിയന്ത്രണങ്ങൾ വേണം. നിങ്ങളുടെ അമ്മയ്ക്ക് കുടുംബജീവിതം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് അവർക്ക് പാകപ്പിഴകളും വന്നിട്ടുണ്ട്. അവരത് പറഞ്ഞ് മനസ്സിലാക്കി. എന്നിട്ടും നിങ്ങളിതിനെ പുറകെ പോയി. ഇനിയിപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിവാഹ ജീവിതം എന്ന് പറയുന്ന കാര്യം നിലനിൽക്കാൻ പ്രയാസമാണ്. അനിയന്ത്രിതമായുള്ള ഇത്തരം ചെയ്തികൾ, ആഗ്രഹങ്ങൾ, ആളുകളെ കാണുമ്പോൾ നിയന്ത്രിക്കാൻ വയ്യാത്ത ചില കാര്യങ്ങൾ, ഇവയൊന്നും എത്ര ശ്രമിച്ചിട്ടും നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണുക. അവിടെ കൗൺസിലിംഗ് മാത്രം പോരാ, സൈക്കോതെറാപ്പി വേണ്ടി വരും. അതായത് ബിഹേവിയർ, കോഗ്നിറ്റീവ് തെറാപ്പി, ഇതൊക്കെ മാറ്റി നമ്മുടെ ബിഹേവിയർ ഒക്കെ മാറ്റിയെടുത്ത് നമുക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് വരാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ സൈക്കോതെറാപ്പിസ്റ്റിനെയോ കാണുക. കണ്ടിട്ട് ആ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ സ്വഭാവത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുകയുള്ളൂ. അതല്ലാതെ ഇതിനിപ്പോൾ തൽക്കാലം വേറെ പോംവഴികളൊന്നുമില്ല. ചെറിയ സൂത്രവാക്യങ്ങൾ കൊണ്ട് ഭേദമാക്കാവുന്ന കാര്യമല്ല. അതിന് ശാസ്ത്രീയമായുള്ള ചികിത്സാ രീതികൾ വേണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വഴിയിലേക്ക് പോകുക. നല്ലൊരു കുടുംബജീവിതം അത്യാവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചികിത്സാ സഹായങ്ങളിൽ കൂടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ജീവിതം ഉണ്ടാകും.